നമസ്കാരം. ഇന്നലെ ജയറാം കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആശകളായിരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ജെനുവിൻ റിവ്യൂമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇന്നലെ ഫെബ്രുവരി 6-ാം തീയതി ഒട്ടനവധി മലയാള ചിത്രങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ മികച്ച ചിത്രങ്ങൾ ഓരോന്നായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫെബ്രുവരി 7-ാം തീയതി മറ്റൊരു മലയാള സിനിമ കണ്ടു. ആ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ചിത്രത്തിന്റെ പേര് അനോമി. ചിത്രത്തിൽ ഭാവന, റഹ്മാൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രം എന്നെ എങ്ങനെയാണ് ആകർഷിച്ചത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു ചിത്രം എന്നിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റഹ്മാൻ എന്ന് പറയുന്ന ഒരു നടനാണ്. അദ്ദേഹം തെരഞ്ഞെടുത്ത ചില ക്രൈം ത്രില്ലർ ചിത്രങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ധ്രുവങ്ങൾ 16 എന്ന് പറയുന്ന ഒരു ചിത്രം, അതുപോലെ 1000 ബേബീസ് എന്ന് പറയുന്ന മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു സീരീസ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്ന റഹ്മാന്റെ ഒരു സെലക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു രണ്ട് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ത്രില്ലിംഗ് ആണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റഹ്മാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ചിത്രത്തിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ തന്നെയാണ് അനോമി എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ എനിക്ക് പ്രേരണയായതും സിനിമ കാണാനിടയായതും. കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ചിത്രം തന്നെയാണ് അനോമി എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ക്രൈം ത്രില്ലർ ചിത്രം തന്നെയാണ്. ഇതുകൂടാതെ മലയാളത്തിലെ ഭാവന എന്ന് പറയുന്ന നടി വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു വേഷം ചെയ്ത് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഭാവന എന്ന് പറയുന്ന നടിയുടെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. അതിലും ഉപരിയായിട്ട് ഈ സിനിമ കൂടുതലായിട്ട് എന്നിലേക്ക് എത്തിപ്പെടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു വലിയൊരു ബിസിനസ്സുകാരനായിട്ടുള്ള ഡോക്ടർ സി ജെ റോയ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തൊരു വാർത്ത വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് അനോമി എന്ന് പറയുന്ന സിനിമയുടെ പേര് രണ്ടാമത് നമ്മൾക്കിടയിലേക്ക് എത്തിപ്പെട്ടത്. കാരണം സി ജെ റോയ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ നിർമ്മാണ പങ്കാളി എന്ന് പറയുന്നത്. അങ്ങനെ അനോമി എന്ന് പറയുന്ന സിനിമ ഇന്ന് കാണാനിടയായി. ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ആദ്യമേ പറയട്ടെ. നമ്മൾ മലയാളികൾക്ക് ത്രില്ലർ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തമിഴിൽ റിലീസ് ചെയ്തിട്ടുള്ള രാക്ഷസനും അതുപോലെ അഞ്ചാം പാതിര എന്ന് പറയുന്ന മിഥുൻ മാനുവൽ തോമസിന്റെ മലയാള ചിത്രമാണ്. കുഞ്ചാക്കോ ബോബനായിരുന്നു ഈ ഒരു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ ത്രില്ലിംഗ് പടം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനെ കവച്ചു വെച്ചിട്ടുള്ള ഒരു സിനിമ ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അനോമി എന്ന് പറയുന്ന സിനിമ ഒരു ഡീസന്റ് മസ്റ്റ് വാച്ച് ത്രില്ലർ ചിത്രം തന്നെയാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലെവലിലൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ മേക്കിംഗ് രീതിയും അതുപോലെ സിനിമ സഞ്ചരിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയോടൊക്കെ ചേർത്ത് വെക്കാവുന്ന രീതിയിലുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രം തന്നെയാണ്. ഒരു സഹോദരനെ കാണാതാവുന്നതും ആ സഹോദരനെ അന്വേഷിച്ച് സഹോദരി ഇറങ്ങി പുറപ്പെടുന്നതാണ് സിനിമയുടെ ഒരു കേന്ദ്ര ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഒരു പോലീസ് ഓഫീസർ വരുന്നു. അയാൾ ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പോലീസ് ഓഫീസറായി എത്തിയിരിക്കുന്നത് റഹ്മാനാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ട് റഹ്മാൻ തന്റെ കഥാപാത്രത്തെ ഈ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാവനയാണ് ഈ ഒരു സിസ്റ്ററായിട്ട് ഈ ഒരു വേഷത്തിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭാവനയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. തന്റെ സഹോദരനെ അന്വേഷിച്ചു പോകുന്ന സഹോദരിയായിട്ടാണ് ഭാവന ഈ ചിത്രത്തിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യ മറ്റൊരു പ്രധാന വേഷമായിരുന്നു. നല്ല രസകരമായിട്ട് തന്റെ കോമാളിത്തം നിറഞ്ഞ ഒരു മാസ് കഥാപാത്രമായിട്ട് വിഷ്ണു അഗസ്ത്യ, ആർഡിക്സ് എന്ന് പറയുന്ന ചിത്രത്തിലെ വില്ലനാണ് വിഷ്ണു അഗസ്ത്യ എന്ന് പറയുന്നത്. പുള്ളിയൊക്കെ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്, പുള്ളിന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു സംഭവമാണ്. ഇതുവരെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത പുതിയ രീതിയിലുള്ള ഒരു 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 കഥ സന്ദർഭമാണ് സിനിമ നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ സിനിമയിലെ ചില പോരായ്മകൾ എന്നൊക്കെ പറയുന്നത് പല സംഭവങ്ങളും നമുക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. അടുത്ത സീനിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള തിരക്കഥയായിരുന്നു സിനിമയ്ക്കുള്ളത്. പിന്നെ സിനിമയുടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സിനിമ സഞ്ചരിക്കുന്ന ഒരു രീതി വളരെ സ്ലോ ബേസിലാണ് സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു ഇംഗ്ലീഷ് ടച്ച് ഒക്കെ ഉള്ള ഒരു മാസ് രീതിയിലുള്ള ഒരു ക്രൈം ത്രില്ലർ എന്നതിലുപരിയായിട്ട് വളരെ സ്ലോ ബേസിൽ കഥ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമ രീതിയാണ് ഈ ഒരു സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ അനാവശ്യമായിട്ടുള്ള ചില സീനുകളൊക്കെ
ഏച്ച് കെട്ടിയതുപോലെ ഉണ്ടായിരുന്നു. അതായത് എഡിറ്റിംഗിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച് തിരക്കഥ ഒന്നും കൂടെ മുറുക്കി പിടിച്ചിരുന്നെങ്കിൽ സൂപ്പറായിട്ടും ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ക്രൈം സിനിമകൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയായിരുന്നു അനോമി എന്ന് പറയുന്നത്. അത് പെർഫോമൻസിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും മേക്കിങ്ങിന്റെ ക്വാളിറ്റി കാര്യത്തിലായി കഴിഞ്ഞാലും സംവിധാനത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും പശ്ചാത്തല സംഗീതത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും ഒക്കെ ഭയങ്കര രസകരമായിട്ട് തന്നെ ഈ ഒരു സിനിമ നമ്മളോട് സംസാരിക്കുന്നുണ്ട്.